അടുത്ത മാസം 10-ാം തീയതി സെപ്റ്റംബർ 10-ന് പാറ്റകൾ വീണ്ടും ജന്തർ മന്ദറിൽ സമരം ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വാർത്തയായിട്ട് വന്നു, പക്ഷെ വലിയ വാർത്തയായില്ല. മനഃപൂർവ്വമാണ് വാർത്തയാക്കാത്തത്. സെപ്റ്റംബർ 10 എന്ന തീയതി അവർ മനഃപൂർവ്വം തിരഞ്ഞെടുത്തതാണ്. കാരണം സെപ്റ്റംബർ 12-ന് ബ്രിക്സ് രാജ്യങ്ങളുടെ ഉച്ചകോടി ന്യൂഡൽഹിയിൽ നടക്കുകയാണ്. ഇന്ത്യയാണ് ഇത്തവണ ബ്രിക്സ് രാജ്യങ്ങളുടെ ഉച്ചകോടി ആതിഥ്യമരുളുന്നത്. ആ സമ്മേളനം ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നതാണ്. കാരണം അമേരിക്കയുടെ ഏകാധിപത്യപരമായ അടിച്ചമർത്തൽ നിലപാടുകൾക്കെതിരെ ബദലായി ഉണ്ടായതാണ് ബ്രിക്സ്. റഷ്യ, ചൈന, ഇന്ത്യ എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മ. ഇപ്പോൾ അത് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. 11 രാജ്യങ്ങളുണ്ട്. ഈ 11 രാജ്യങ്ങളുടെ തലവന്മാർ ദില്ലിയിൽ വരാൻ പോകുന്നു, ഇന്ത്യയിൽ വരാൻ പോകുന്നു. 12-ാം തീയതി 10-ാം തീയതി ഇവർ സമരം ആരംഭിക്കും. സമരത്തിൻ്റെ വിഷയം ഇതുവരെ കിട്ടിയിട്ടില്ല. അതിനു മുമ്പ് ഒരു സമരം ഇവർ സംഘടിപ്പിക്കും. അപ്പോൾ നോക്കൂ, ബ്രിക്സ് ആരംഭിക്കുന്നതിന് മുമ്പ്, ബ്രിക്സ് സമ്മിറ്റ് ആരംഭിക്കുന്നതിന് മുമ്പ് പാറ്റകൾ വീണ്ടും സമരം തുടങ്ങും. ലക്ഷ്യം എന്താണ്? ലോകത്തിൻ്റെ മുന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ പ്രതിച്ഛായ തകർക്കുക. നരേന്ദ്രമോദിക്ക് ഇതിലൂടെ വലിയ മൈലേജ് കിട്ടും. നോക്കൂ, ആരൊക്കെയാണ് വരുന്നത് അറിയോ ബ്രിക്സ് ഉച്ചകോടിക്ക്? റഷ്യൻ പ്രസിഡന്റ് പുടിൻ, ഷീ ജിൻപിങ് ചൈനീസ് പ്രസിഡന്റ്, ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ, ബ്രസീലിൻ്റെ പ്രസിഡന്റ് ലൂല, സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റ് സിറിൽ റമേസ, UAE പ്രസിഡന്റ് MBZ, ഈജിപ്തിൻ്റെ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസി, എത്തോപ്യൻ പ്രസിഡന്റ് അബി അഹമ്മദ്, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ബ്രസാബോ സുബിയാനോ, സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ, ഇവരൊക്കെ പങ്കെടുക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്ക് 2 ദിവസം മുമ്പ് പാറ്റകൾ ഇപ്പോഴേ സമരം പ്രഖ്യാപിച്ചിരിക്കുക. കാരണം പറഞ്ഞിട്ടില്ല, വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. എന്താ ലക്ഷ്യം? ലോക രാജ്യ തലവന്മാർ അവിടെ വരുമ്പോൾ ഇവർ സമരം നടത്തുന്നത് എന്തുകൊണ്ടാണ്? ബ്രിക്സിനെ എതിർക്കുന്ന ആരാണ്? അമേരിക്ക. അമേരിക്കയ്ക്ക് ഭയമുണ്ട് ബ്രിക്സ് രാജ്യങ്ങൾ ചേർന്നിട്ട് ഒരു ബ്രിക്സ് കറൻസി ഉണ്ടാക്കുമോ എന്ന്. ഇത്തവണ ചേരുന്ന ബ്രിക്സ് സമ്മിറ്റിൽ ബ്രിക്സിൻ്റെ ഒരു ലോക്കൽ കറൻസി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ സംവിധാനം ഏർപ്പെടുത്തുക, അല്ലെങ്കിൽ അതത് രാജ്യങ്ങൾ, ബ്രിക്സിലെ അംഗങ്ങളായ രാജ്യങ്ങൾ പരസ്പരം കച്ചവടം, സ്വന്തം കറൻസി ഉപയോഗിച്ച് നടക്കുക തുടങ്ങിയ തീരുമാനങ്ങൾ എടുത്തേക്കുമെന്ന് പറയപ്പെടുന്നു. അവിടെ ആരുടെ താല്പര്യങ്ങളെ അത് ബാധിക്കുക? അമേരിക്കയുടെ താല്പര്യങ്ങൾ. ലോകത്ത് എന്ത് കച്ചവടവും ഡോളർ വഴി മാത്രമേ നടക്കാവൂ. അമേരിക്ക വാശി പിടിക്കുന്ന അങ്ങനെയല്ലേ? അതാണല്ലോ അമേരിക്കയുടെ സമ്പദ്ഘടനയുടെ കരുത്ത്. ലോകത്ത് എല്ലാ കറൻസിയുടെയും മൂല്യം നിശ്ചയിക്കുന്നത് അമേരിക്കയുടെ കറൻസിയുമായി തട്ടിച്ചിട്ടാണ്. അതെന്ത് നീതിയാണ്? പെട്രോ ഡോളർ എന്ന് പറയുന്നതാണ് അമേരിക്കയുടെ സമ്പദ്ഘടനയുടെ അടിത്തറ. അതിനെ ഉലയ്ക്കുന്ന തീരുമാനങ്ങൾ എവിടെ ഉണ്ടായാലും അമേരിക്ക ഇടപെടും. സൗദി അറേബ്യ അനുഭവിച്ചിട്ടുണ്ട്. വെടിയേറ്റ് വലിച്ചു സൗദിയുടെ ഭരണാധികാരി പെട്രോ ഡോളറിനെ തൊട്ട് കളിച്ചപ്പോൾ. പെട്രോ ഡോളറിനെ തൊട്ട് കളിച്ചു. പിന്നീട് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി. നമ്മൾ വാങ്ങിയത് എങ്ങനെയാണ്? ഇന്ത്യൻ കറൻസി കൊടുത്തിട്ടാണ്. ഇറാൻ്റെ നിന്ന് വാങ്ങി നമ്മൾ ഇന്ത്യൻ കറൻസി കൊടുത്തിട്ടാണ്, ഇന്ത്യൻ രൂപയിലാണ്. ഇത് അമേരിക്കയ്ക്ക് സഹിക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് കണ്ണിലെ കരടായ ബ്രിക്സ് സമ്മിറ്റ് ചേരുന്നതിന് തൊട്ടു മുമ്പ് പാറ്റകൾ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഇത് യാദൃശ്ചികമല്ല. നോക്കൂ, ഇതിനു മുമ്പ് പുടിൻ 2025 ഡിസംബർ 4-5 തീയതികളിൽ ഇന്ത്യയിൽ വന്നു. ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയുടെ 23ാമത് സമ്മേളനത്തിനാണ്, വാർഷിക സമ്മേളനത്തിന് വന്നതാണ്. അന്ന് ഇന്ത്യയിൽ നടന്ന് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഇന്ത്യയിൽ വലിയൊരു കുഴപ്പമുണ്ടായി. ഇൻഡിഗോ വിമാനങ്ങൾ പറക്കാതെ നിലത്തിറങ്ങി. പുടിൻ ഡൽഹിയിലുണ്ടായിരുന്ന ഡിസംബർ 5-ന് മാത്രം 1600 വിമാനങ്ങളുടെ സർവീസ് റദ്ദാക്കി. 4-5 തീയതികളായി 4500 വിമാനങ്ങളാണ് ഇൻഡിഗോ നിലത്തിറക്കിയത്. ഉച്ചകോടിയുടെ വാർത്തകളൊന്നും മാധ്യമങ്ങളിൽ വന്നില്ല. ജനങ്ങൾ ആശങ്കയോടെ ഓടിപ്പാഞ്ഞു നടക്കുന്ന വാർത്തകളായിരുന്നു. മനഃപൂർവ്വം നമ്മുടെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനും രാജ്യത്തൊരു കയോസ് ഉണ്ടാക്കാനും വേണ്ടി പുടിൻ വന്നപ്പം ഉണ്ടാക്കിയ ഒന്നായിരുന്നു ഇൻഡിഗോ വിമാനങ്ങളുടെ ഗ്രൗണ്ടിങ്. 2020 ഫെബ്രുവരി 24 മുതൽ 25 വരെ ട്രംപ് ഡൽഹിയിലുണ്ടായിരുന്നു. അന്നാണ് CAA സമരം അവിടെ നടന്നത്. മാത്രമല്ല ഫെബ്രുവരി 24-ന് ദില്ലി കലാപം ആരംഭിച്ചു.
50 പേർ കൊല്ലപ്പെട്ടു. ഒരു IB ഉദ്യോഗസ്ഥനെ ഉൾപ്പെടുന്നു. മുസ്ലിം സംഘടനകൾ ആരംഭിച്ച കലാപമായിരുന്നു ദില്ലി കലാപം, ട്രംപ് ഡൽഹിയിലുള്ളപ്പോൾ. ഈ 2 സന്ദർഭങ്ങൾ മാത്രം എടുക്കൂ. വിദേശ രാജ്യത്തലവന്മാർ ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യയിൽ കുഴപ്പമാണ് എന്ന് കാണിക്കാൻ വേണ്ടി ആസൂത്രിതമായി ഇന്ത്യ വിരുദ്ധ ശക്തികൾ പ്രതിപക്ഷത്തിൻ്റെ സഹായത്തോടെയാണ് ഈ 2 സമരങ്ങളും നടത്തിയത്. അതുപോലെ നോക്കൂ, ബ്രിക്സിന് വരികയാണ്. 12-ാം തീയതി മുതൽ ലോകത്തിലെ പ്രധാനപ്പെട്ട 11 രാജ്യങ്ങളുടെ ഏറ്റവും മുതിർന്ന ഭരണാധികാരികൾ ഇന്ത്യയിലേക്ക് വരികയാണ്. അപ്പോൾ അതിന് 2 ദിവസം മുമ്പ് ഇവിടെ വലിയ സംഘർഷം ഉണ്ടാക്കിയാൽ ഒരുപക്ഷെ ഇവർ വരാതിരിക്കും. ബ്രിക്സ് സമ്മിറ്റ് മാറ്റി വെക്കേണ്ടി വരും. അല്ലെങ്കിൽ അവരിവിടെ ഉള്ളപ്പോൾ ഇന്ത്യയിൽ വലിയ കലാപം നടക്കണം, പോലീസിൻ്റെ വിലക്കുകളെയൊക്കെ ലംഘിച്ച് ആക്രമണം ഉണ്ടാക്കണം. അവരോട് പറയണം, ഇന്ത്യ വലിയ സംഘർഷഭരിതമായ രാജ്യമാണ്, ഇന്ത്യയിൽ കുഴപ്പമാണ് എന്നിവരെ ബോധ്യപ്പെടുത്തണം. കാരണം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും ഭരണാധികാരികൾ ആദരവോടെ ചേർത്തു നിർത്തുന്ന, അഭിപ്രായം തേടുന്ന, ഉപദേശം തേടുന്ന രാജ്യത്തലവനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുക എന്നതാണ്. നോക്കൂ, ഇപ്പോൾ ജാർഖണ്ഡിൽ വലിയ സമരം നടക്കുന്നില്ലേ? 10-26 ദിവസമായി. പാർട്ടി നേതാവ് അഭിജിത് ദിപ്കെ അങ്ങോട്ട് പോയിട്ടുണ്ടോ? രാഹുൽ ഗാന്ധി പോയിട്ടുണ്ടോ? പ്രിയങ്ക ഗാന്ധി പോയിട്ടുണ്ടോ? ആരും പോയിട്ടില്ല. ഈ ഐഷി ഘോഷ് എന്ന് പറഞ്ഞ SFIയുടെ നേതാവ് അവിടെ ചെന്നിട്ട് അവിടെ ആസാദി മുദ്രാവാക്യം വിളിച്ചപ്പോഴത്തേക്ക് അവിടുത്തെ കുട്ടികളെന്താ പറഞ്ഞത്? അതൊന്നും വേണ്ട, ഇത് ജന്തർ മന്ദറല്ല, നിങ്ങളുടെ ഉദ്ദേശം വേറെയാണ് എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടു. ആ സമരത്തോട് പ്രതിപക്ഷം, പാറ്റകൾ, അഭിജിത് ദീപ്കെ, സൗരവ് ദാസൊക്കെ എന്ത് നിലപാടാണ് എടുക്കുന്നത്? അവിടെ കിടക്കുന്നുണ്ട്. സോനം വാങ്ചുക്ക് മാത്രമല്ലോ, അവിടെയും പട്ടിണിക്ക് നിരാഹാരം കിടക്കുന്നുണ്ട്. ആരും മൈൻഡ് ചെയ്യുന്നു? ഇപ്പോഴല്ലേ പ്രിയപ്പെട്ടവരെ നമ്മുടെ മാധ്യമങ്ങൾ ഒരു ചെറിയ വാർത്ത കൊടുത്തു തുടങ്ങിയത്? ജന്തർ മന്ദിറിലെ സമരം മാത്രമാണോ, പാറ്റകളുടെ സമരം മാത്രമാണോ ഇവിടുത്തെ യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ പ്രശ്നം? കേരളത്തിലില്ലേ പ്രശ്നം? ഒന്നും ചെയ്യുന്നില്ല. നോക്കൂ, ഈ ജാർഖണ്ഡ് കാണില്ല. അവർ സമരം ചെയ്യുന്നത്, CJPക്കാർ സമരം ചെയ്യാൻ പോകുന്നത് എവിടേക്കാണെന്നറിയോ? രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും. കാരണം അവിടെ 2ഇടത്തും BJP സർക്കാരാണ്. BJPക്ക് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ MPമാരെ സംഭാവന ചെയ്യുന്ന 2 സംസ്ഥാനങ്ങളാണ്. അവിടെ ജനവികാരം എതിരാക്കുക, BJPക്ക് അനുകൂലമായി ചിന്തിക്കുന്ന ആളുകളെ, യുവാക്കളെ മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുക. ഇനി UPയിൽ ആരംഭിക്കും. നോക്കൂ, നിങ്ങൾ എഴുതി വെച്ചോ. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇവർ അടുത്ത സംഘർഷ ഭൂമിയാക്കി മാറ്റാൻ പോകുന്നത് ഉത്തർപ്രദേശാണ്. അപ്പം കൃത്യമാണ്. അഭിജിത് ദിപ്കെ എവിടെ നിന്നാണ് വന്നത്? അമേരിക്കയിൽ നിന്നും. അയാൾ CJP എന്നുള്ള അക്കൗണ്ട് എവിടെ നിന്നാണ് ഉണ്ടാക്കിയത്? അമേരിക്കയിൽ വെച്ച്. ബ്രിക്സ് സമ്മിറ്റ് നടക്കുന്നത് ആർക്കെതിരെയാണ്? അമേരിക്കയ്ക്കെതിരെ. ആ സമ്മേളനം നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് സമരം പ്രഖ്യാപിച്ചിരിക്കുന്ന ആരാണ്? CJP. സെപ്റ്റംബർ 12-ന് ഇത്ര വലിയ ഒരു രാജ്യാന്തര സമ്മിറ്റ് നടക്കുന്നു എന്നറിഞ്ഞ് അതിന് തൊട്ടു മുമ്പ് അവിടെ തന്നെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ കൂട്ടിക്കൊണ്ടുവന്ന് സമരം ചെയ്യും എന്ന് പറയുന്ന ആളുടെ രാജ്യത്തോടുള്ള പ്രതിബദ്ധത എന്താണ്? കടപ്പാട് എന്താണ്? സ്നേഹം എന്താണ്? ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ അപമാനിക്കുക എന്നതാണ് ഇവരുടെ കേവല ലക്ഷ്യം. അതിനുവേണ്ടി ഇവരെന്തും ചെയ്യും. ദില്ലി കലാപം നോക്കൂ, നിങ്ങളിങ്ങനെ വെറുതെ പേടിപ്പിക്കാതെന്ന് പറയരുത്. ട്രംപ് ദില്ലിയിലുണ്ടായിരുന്നപ്പോൾ ദില്ലിയിൽ കലാപം ആരംഭിച്ചു. 50 പേർ കൊല്ലപ്പെടുന്ന കലാപം. അത് ചെയ്ത ആളുകൾ തന്നെയാണ് ഇവരുടെ പിന്നിലുള്ള ഇസ്ലാമിസ്റ്റുകളാണ്, നക്സലൈറ്റുകളാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ്. പിന്നെ രാഹുൽ ഗാന്ധിയും ആപ്പിൻ്റെ ആളുകളുമാണ്. ഈ അഭിജിത് ദിപ്കയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അവർ മാത്രമാണ് എന്ന് നിങ്ങൾ കരുതരുത്. അമേരിക്കയുണ്ട്, അമേരിക്കയുടെ താല്പര്യങ്ങളുണ്ട്. അങ്ങനെയാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ കേന്ദ്രം നേരിടും? പാറ്റകളുടെ സമരം കൈകാര്യം ചെയ്യുന്നതിൽ കേന്ദ്രത്തിന് പിശക് പറ്റി എന്ന അഭിപ്രായമുള്ളവരൊക്കെ ഉണ്ട്. വന്നപ്പോഴേ ഇവരെ ചവിട്ടിക്കൂട്ടിയെടുത്ത് അകത്തിട്ടിരുന്നെങ്കിൽ ഈ സമരമൊന്നും ഉണ്ടാവത്തില്ല എന്ന് കരുതുന്ന ആളുകളുണ്ട്. ഇന്ദിരാഗാന്ധി അല്ലല്ലോ ഇന്ത്യ ഭരിക്കുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കോൺഗ്രസ് അല്ലല്ലോ ഇന്ത്യ ഭരിക്കുന്നത്. ജനാധിപത്യത്തെ, പ്രക്ഷോഭങ്ങളെ, സമരങ്ങളെയൊക്കെ മാനിക്കുന്ന ഒരു സർക്കാരാണ്. അതുകൊണ്ടാണ് ഇത്തരം പിശകുകളും സെറ്റ് ബാക്കുകളും ഈ സർക്കാരിനുണ്ടാവുന്നത്. ഇന്ദിരാഗാന്ധിയെ പോലെ ആവണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ആവണമെങ്കിൽ ആവണം. കാരണം ഇപ്പോൾ ഇവരുടെ ലക്ഷ്യം വളരെ കൃത്യമാണ്. ഇന്ത്യയെ തകർക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അപ്പോൾ അത് മനസ്സിലാക്കി അതിനെ നേരിടാനുള്ള നടപടികൾ ഇന്ത്യ സർക്കാർ എടുക്കണം. കർഫ്യൂ എങ്കിൽ കർഫ്യൂ പ്രഖ്യാപിക്കണം. ഡൽഹിയിൽ കർഫ്യൂ പ്രഖ്യാപിക്കണം. TG മോഹൻദാസ് പറഞ്ഞ പോലെയാണ്, കർഫ്യൂ പ്രഖ്യാപിക്കണം. എന്നിട്ടും ലോകത്തെ രാജ്യത്തലവന്മാരെല്ലാം ദില്ലിയിലുണ്ടാവുന്ന ആ സമയത്ത് ആയിരക്കണക്കിന് ആളുകളെ വിളിച്ചുകൊണ്ട് വന്ന് കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നേരിടണം. സുപ്രീം കോടതി പറഞ്ഞില്ലേ, പെല്ലറ്റ് തോക്ക് മാത്രമല്ല
ബുള്ളറ്റും ഉപയോഗിക്കാൻ പോലീസിന് അധികാരമുണ്ട്. നമ്മുടെ നാട്ടിലെ നിയമം അതിന് വ്യവസ്ഥ ചെയ്യുന്നുണ്ടെന്ന് ഇന്ത്യയുടെ സുപ്രീം കോടതി പറഞ്ഞില്ലേ? നിയമത്തിൽ ഇത്തരക്കാരെ നേരിടാനുള്ള എല്ലാ സംവിധാനങ്ങളും പറഞ്ഞു വച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യാനുള്ള വ്യവസ്ഥയുണ്ട് എന്ന് സുപ്രീം കോടതിയും പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ അതീവ ജാഗ്രതയോടെ അത് കൈകാര്യം ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇൻ്റലിജൻസ് ബ്യൂറോ എന്തിനാണ് സെപ്റ്റംബർ 10 CJP പാറ്റകൾ വീണ്ടും സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്? സീസൺ 2 എന്ന് പറഞ്ഞിട്ട്, ഇതെന്താ ബിഗ് ബോസ് ആണോ? സീസൺ 2 എന്ന് പറഞ്ഞിട്ട് സമരം സംഘടിപ്പിക്കാൻ പോകുന്നതിൻ്റെ പിന്നിലെ രഹസ്യം ഈ സർക്കാരിനെ അട്ടിമറിക്കുക എന്നുള്ളതാണ്. അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, ഡീപ് സ്റ്റേറ്റിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കമാണ്. രാജ്യവിരുദ്ധമായ താല്പര്യമാണ്, വിദേശ ശക്തികൾക്ക് വേണ്ടിയുള്ള താല്പര്യമാണ് എന്നും മനസ്സിലാക്കി കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച കരുണയൊന്നും വിദ്യാർത്ഥികളോട് വേണ്ട. വിദ്യാർത്ഥികൾക്ക് നിയമത്തിൽ ഇളവൊന്നുമില്ല. വിദ്യാർത്ഥികൾ സ്കൂളുകളിലോ കോളേജുകളിലോ വരിക, പഠിക്കുക. തെരുവിൽ അവർ ഇറങ്ങി കലാപം നടത്തിയാൽ അവരെ ഏത് അക്രമകാരികളെന്ന നിലയിൽ തെരുവിലിറങ്ങി അവർ കലാപം നടത്തിയാൽ ഏതൊരു അക്രമകാരിയെ നേരിടുന്നത് പോലെയും വിദ്യാർത്ഥികളെയും നേരിടാൻ കഴിയും. നിയമത്തിൽ വിദ്യാർത്ഥികൾക്ക് ഒരു ഇളവുമില്ല. അക്രമം നടത്തുന്നവനെ അക്രമി എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. അവന് എതിരെ നിയമം അതിൻ്റെ ഉരുക്കുമുഷ്ടി പ്രയോഗിക്കുക തന്നെ വേണം എന്നാണ് ഈ രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്നത്. രണ്ടാം ഘട്ട സമരം എന്ന് പറയുന്നത് സമരത്തിനു വേണ്ടി നടത്തുന്ന സമരമാണ്. രാജ്യാന്തര ബ്രിക്സ് സമ്മേളനത്തെ അട്ടിമറിക്കാനും അലങ്കോലപ്പെടുത്താനും നടത്തുന്ന സമരമാണ്. അതിനെ ചെറുക്കണം, ചെറുത്ത് തോൽപ്പിക്കണം. വേണ്ടി വന്നാൽ ജന്തർ മന്ദറിലേക്ക് ജനങ്ങളുടെ, രാജ്യസ്നേഹികളുടെ വലിയ പ്രവാഹം ഉണ്ടാവണം. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. പാറ്റകളുടെ രണ്ടാം ഘട്ട സമരം സെപ്റ്റംബർ 10 നടത്താൻ അവർ മുതിരുമെങ്കിൽ കേന്ദ്രം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്ത്യ ലൈവ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ചെയ്യണേ.